നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാത്ത് ഇല്ലിക്കൽ. അതീവ വോളറ്റൈലായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. കൗണ്ട് ഡൗൺ ഏകദേശം സ്റ്റാർട്ടായ രീതിയിലാണുള്ളത്. ഓരോ സമയത്തും വരുന്ന ന്യൂസ് അനുസരിച്ച് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യും. ഇന്നലെ ഉണ്ടായിരുന്ന മാർക്കറ്റ് സ്ട്രൈറ്റ് അവേ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച വന്ന എക്സിറ്റ് പോളിൻ്റെ ബലം ഓൾറെഡി തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു 600 പോയിൻറ്റിലേറെ ഗ്യാപ്പ് അപ്പ് അത് റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് നമുക്ക് കിട്ടി. എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 100 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് അപ്പാണ്. അതായത് മാർക്കറ്റ് ടൈമിൽ തന്നെയാണ് ഒന്നല്ലെങ്കിൽ റാലിയോ അല്ലെങ്കിൽ ഫോളോ ഉണ്ടാകുന്നത്. ഇന്നലെ ഓൾറെഡി തന്നെ റെഡിമെയ്ഡായിട്ട് ഗ്യാപ്പ് അപ്പ് ആയ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് ഇന്ന് മാർക്കറ്റ് ടൈമിൽ തന്നെ ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ മാർക്കറ്റ് ടൈമിൽ തന്നെ അതൊരു റാലിയോ അല്ലെങ്കിൽ ഒരു ഫോളോ ആയ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റും വളരെയധികം പ്രത്യേകതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാവിലെ പെട്ടെന്ന് തന്നെ ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 20% ഫോളായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും 5% ഇന്ത്യ വിക്സ് കയറി. ഓൾ ടുഗദർ 15% മാത്രമാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ഫോളായിട്ടുള്ളത്. അപ്പോൾ സ്റ്റിൽ ഇന്ത്യ വിക്സ് ഒരു ഹയർ റേഞ്ചിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീമിയംസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തത്. നുമോറോ ജെഫ്രീസ് എന്ന് പറയുന്ന വിദേശ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് വീണ്ടും NDA ഗവൺമെൻറ് അധികാരത്തിൽ വരാണെങ്കിൽ FIs വീണ്ടും ഇന്ത്യയിലേക്ക് മണി പമ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഇന്നലെ FIs ബയേഴ്സ് ആയിരുന്നു. ഏകദേശം ഒരു 6800 കോടി രൂപയ്ക്ക് മുകളിൽ അവർ ബൈ നടത്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദാനി സ്റ്റോക്കുകളുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷമായിട്ടുള്ളത്. അല്ലെങ്കിൽ റിലയൻസിൻ്റെ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷമായിട്ടുള്ളത്. SBI 8 ലക്ഷമായിട്ടുള്ളത്. രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട്, രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് കമ്പനിയായിട്ട് ICICI ബാങ്കിനും HDFC ബാങ്കിനും ശേഷം SBI ഇന്നലെ മാറിയിട്ടുള്ളത്. ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കണ്ടിട്ടുള്ളത്. പല ബ്രോക്കേഴ്സിൻ്റെ എല്ലാം തന്നെ ആപ്പ് തന്നെ ക്രാഷ് ആയിട്ടുള്ളത് ഇന്നലെ നടന്ന ആ ഒരു പ്രതിഭാസം കൊണ്ടാണ്. പക്ഷേ ഇന്ന് ഇതല്ല സ്ഥിതി. നിഫ്റ്റിയുടെ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാം. ഓൾറെഡി തന്നെ ഇങ്ങനെയുള്ളൊരു ഹാമർ പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മാർക്കറ്റ് നല്ല ഹൈ പോയി, അതിനുശേഷം സെല്ലിങ് കണ്ടു, താഴെ വന്നു, 5 മിനിറ്റിൽ തന്നെ താഴെ വന്നു, അതിനുശേഷം വീണ്ടും തിരികെ കയറി ഒരു ഹാമർ പാറ്റേൺ ആണുള്ളത്. അതായത് ബുള്ളിഷായ ഒരു അവസ്ഥയിലാണ്. ബുള്ളിഷായ അവസ്ഥയിലായിരുന്നില്ലെങ്കിൽ ആ ഒരു തിരിച്ചു കയറ്റം ഉണ്ടാകുമായിരുന്നില്ല. ആ ബുള്ളിഷായ അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹാമർ ക്യാൻഡിൽ. ഇന്നലെ ഈ ഒരു റാലിയിൽ ഈ ഫാർമയും IT ഒന്നും തന്നെ പങ്കെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പൊതുവേ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. US മാർക്കറ്റും മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ പൊതുവേ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 100 പോയിൻറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് എന്ന നിലയിലാണ്. ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. പക്ഷേ ഇപ്പോഴുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ് വാസ്തവം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 68,900, താഴെ ഗോൾഡ് 2352, ബ്രന്റ് ഓയിൽ ഇടിഞ്ഞു 78. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫോളിലാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് കാണാം 20.93. ഡാക്സ് ജർമ്മൻ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് താഴെയുള്ള ഫ്രാൻസ് ഫ്ലാറ്റ് ആയിരുന്നു. അതിന് താഴെ UK റെഡിൽ ക്ലോസ് ചെയ്തു. അതിന് താഴെ ഡോ റെഡിൽ ക്ലോസ് ചെയ്തു. എന്നാൽ നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവായിട്ട് രീതിയിൽ US ക്ലോസ് ചെയ്തു. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും ICICI HDFC എല്ലാം തന്നെ ഏകദേശം ഒരു ICICI ബാങ്ക് 5% റാലി, HDFC ബാങ്ക് ഏകദേശം ഒരു 4% റാലി. അതെല്ലാം തന്നെ നമ്മളെ ഇന്നലെ ഉണ്ടായ ഒരു റാലി അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിൽ തന്നെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇന്ന് പൊതുവേ സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് അത്ര വലിയ പ്രസക്തി ഇല്ല എങ്കിൽ കൂടിയും Zee എൻ്റർടൈൻമെൻറ്റ് കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് June 6 ആണുള്ളത്. സഫയർ ഫുഡ്സ് അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. MOL കമ്പനി ഇവരുടെ 2.15 lakh ടൺ ആണ് ഇവരുടെ മന്ത്ലി സെയിൽസ് മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കമ്പനിയുടെ ഒരു എവർ ടൈം സെയിലാണ്. ബയോകോൺ കമ്പനിയുടെ പുതിയ മെഡിസിൻ യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. M&M ഫിനാൻസ് കമ്പനി ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 7% ഒരു വളർച്ച. RVNL സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 440 കോടി രൂപയുടെ ഓർഡർ കിട്ടി.
കൊൺസൽ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 614 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന് പറയുന്ന മാൽബ്രോ എന്ന് പറയുന്ന സിഗരറ്റ് നിർമ്മാതാക്കളാണ് ഗോഡ്ഫ്രൈ ഫിലിപ്സ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കും ഫെറാറി എന്ന് പറയുന്ന ഫെറാറി റോഷർ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് നമുക്കറിയാം. അപ്പോൾ ഇവരായിട്ട് ടൈപ്പ് ചെയ്ത്, അതായത് സിഗരറ്റ് നിർമ്മിക്കുന്ന കമ്പനി ഇനി ചോക്ലേറ്റ് ബിസിനസ്സിലേക്കും കടന്നു വരികയാണ്. അതുപോലെ തന്നെ കുപ്പിഡ് ഇന്ത്യയിലെ അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. കുപ്പിഡിൻ്റെ എല്ലാം തന്നെ ബോണസ് ഷെയറിനും സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കാണിക്കാത്തൊരു കമ്പനിയാണ് കുപ്പിഡ്. അപ്പോൾ എനിവേ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള ന്യൂസ്. മറ്റുള്ള ഇന്നത്തെ F&O ബാൻ, ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് എന്നാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്, എത്ര രൂപയാണെന്നുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.com ഉണ്ട്. അതിൻ്റെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ പേജ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സമയത്ത് ന്യൂസ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.